അപ്പോൾ ഞാൻ ഷോ ചെയ്യണ കത്തറിയാണ്. അപ്പോൾ നമ്മുടെ ഹോണ്ട സിറ്റി വന്നിട്ടുണ്ട് നമ്മളവിടേക്ക്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി അതിൻ്റെ കംപ്രസർ ലീക്കാണ്. അപ്പോൾ നമ്മളതിൻ്റെ ചേഞ്ച് ആക്കാൻ പോകുന്നതാണ് കംപ്രസർ. കണ്ടൻസർ നമ്മൾ ചേഞ്ച് ആക്കുന്നില്ല. എക്സ്പെൻഷൻ വാൽവ്, ഡ്രയർ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ കണ്ടൻസർ ക്ലീൻ ചെയ്യുന്നത്. ഈ കണ്ടൻസർ പ്രോബ്ലം ഒന്നുമില്ല. ഇത് ഒറിജിനൽ കണ്ടൻസറാണ്. കമ്പനി വരുന്ന ഒറിജിനൽ കണ്ടൻസർ. അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ക്ലീനർ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണം ഈ കണ്ടൻസർ. ഇതിങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്ന് ഗ്യാസ് അടിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് അടിക്കാൻ പോകണം. ഇതെല്ലാ ലെയറുകളും തണുക്കുന്നോ നോക്കാൻ പോകും. അപ്പോൾ ഇതിൽ ഗ്യാസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം എല്ലാ ലെയറുകളും ഇത് തണുക്കും. എല്ലാ ലെയറുകളും തണുക്കുകയാണെങ്കിൽ ഈ കണ്ടൻസർ എങ്ങനെയാണ് ഇതിൽ ഗ്യാസ് ഡയറക്റ്റ് അടിച്ചപ്പോൾ ഇതിൻ്റെ എല്ലാ ലെയറുകളും തണുക്കുന്നുണ്ട്. എല്ലാ ലെയറുകളും ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണുക്കില്ല. ഈ ലെയറുകളൊന്നും തണുക്കില്ല. ഇത് ഏത് ലെയറെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെയറുകൾ ഒന്നും തറക്കില്ല. നമ്മൾ ഗ്യാസ് ഡയറക്റ്റ് അടിക്കും. ഇനി നമ്മളിതിൽ ഫിൽറ്റർ യൂസ് ചെയ്യാൻ പോകും. ഇതിൻ്റെ ഇത് ഓക്കെയാണ് കണ്ടൻസർ. നമ്മൾ ഇതിൻ്റെ AC ഫിൽറ്റർ ഇതിൽ ഇടാൻ പോകണം. അപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻസറിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ്. ഇതിട്ടിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യാൻ പോകണം. ഈ ഒറിജിനൽ കണ്ടൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് കംപ്രസർ. ഇവിടെ ഫുള്ള് ലീക്കായി പോയി കംപ്രസർ. അപ്പോൾ അതിൻ്റെ വാൽവ്, എക്സ്പെൻഷൻ വാൽവ് ബ്ലോക്ക് ആയിട്ടാണ് അങ്ങനെ വരുന്നത്, ഇത് ലീക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെൻഷൻ വാൽവ് ടയോട്ടയുടെ എക്സ്പെൻഷൻ വാൽവ് ഒറിജിനൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒറിജിനൽ തിജാരി വാൽവെല്ലാം ഉണ്ട്. ടയോട്ടയുടെ എക്സ്പെൻഷൻ വാൽവാണ് ഇടാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടൻസർ വാഷ് ചെയ്യാൻ പോകണം. ഈ വാഷ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത്രയധികം ചെളിയാണ്. ഈ സാധനമാണ് ഈ കംപ്രസർ ലീക്കാവാനായിട്ടുള്ള മെയിൻ കാരണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാസ് ഇപ്പുറത്തേക്ക് വരാണ്ട് വരുമ്പോൾ ലോഡ് കൂടുമ്പോഴാണ് ഈ സാധനം കംപ്രസർ ഇങ്ങനെ ലീക്കായി പോകണം. കംപ്രസർ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള മെയിൻ കാരണം ഈ എക്സ്പെൻഷൻ വാൽവാണ്. ഈ എക്സ്പെൻഷൻ വാൽവ് ബ്ലോക്കാണ്. ഇതിലെ ഗ്യാസ് ഇങ്ങോട്ട് AC വൈബ്രേറ്ററിലേക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്യുന്നില്ലേ ഗ്യാസ്. അതുകൊണ്ടാണ് ഇത് ലോഡ് കൂടിയിട്ടാണ് ഈ കംപ്രസർ ലീക്ക് ആവാനായിട്ടുള്ള മെയിൻ കാരണം. അപ്പോൾ നമ്മൾ ഈ സാധനം മാറ്റാണ്ട് നമ്മൾ കംപ്രസർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ കംപ്രസർ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ വരുന്ന മിക്ക വണ്ടിയിലും ഗ്യാസ് ബറാബറായിട്ട് സ്പ്രേ ചെയ്യുന്നതാണ് നോക്കാറുള്ളത്. അത് വരുന്നില്ല, എയർ വരുന്നില്ല, ഇപ്പോഴത്തോടെ എയർ വരുന്നില്ല. ഇനി നമ്മൾ ബ്ലോക്ക് ആവാണ്ടിരിക്കാനായിട്ട്, പുതിയ കംപ്രസർ നമ്മൾ ബ്ലോക്ക് ആവാണ്ടിരിക്കാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വാൽവ് ഒന്നും വരുന്നില്ല. ഒറിജിനൽ ഡെൻസോ ജപ്പാൻ്റെ വാൽവാണ്. ഒറിജിനൽ ടയോട്ടയിൽ നിന്ന് വാങ്ങിച്ച വാൽവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ